തിരുവനന്തപുരം അമ്പൂരിയിലെ നാട്ടുകാർ ഓണത്തിന് കെട്ടിയ ഈ ഊഞ്ഞാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ തരംഗമായി മാറിയിരിക്കുകയാണ്. കണ്ടും കേട്ടുമറിഞ്ഞ് ഊഞ്ഞാൽ കാണാൻ ഇപ്പോഴും ഒരുപാട് പേർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ മറ്റൊന്നും പറയുന്നില്ല, ആ ഒരു ഒന്നൊന്നര ഊഞ്ഞാലിനെയും നാട്ടുകാരെയും പറ്റി നോക്കുന്ന പരിചയപ്പെടാം. നേരെ അങ്ങോട്ടേക്കാണ് യാത്ര. അമ്പൂരി ചക്കപ്പാറയിലാണ്. ഇവിടെ ഓണത്തിനായി നാട്ടുകാരുണ്ടാക്കിയ ഒരു ഊഞ്ഞാൽ തേടിയെത്തിയതാണ്. ഒരു ഊഞ്ഞാലിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കാൻ വരട്ടെ. ഈ കാണുന്നതാണ് ആ സ്പെഷ്യൽ ഊഞ്ഞാൽ. തേക്ക്, മരുത്, മുള, ചൂരൽ ഈ 4 തടി കൊണ്ട് മാത്രമാണ് ഈ ഊഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തടി മാത്രമാണെങ്കിൽ പോലും ഒരു 300 കിലോയൊക്കെ ഈസി ആയിട്ട് കറക്കിയെടുക്കാൻ പറ്റും. ഓണത്തിനൊരു ഊഞ്ഞാൽ വേണം. കുട്ടികളും സ്ത്രീകളും പിന്നാലെ കൂടിയതോടെ അടുത്തിടെ മാത്രം ചാക്കപ്പാറയിൽ സ്ഥിരതാമസമാക്കിയ വിനയചന്ദ്രന് വേറെ വഴിയില്ലാതായി. പണ്ട് പാലോട് താമസിക്കുമ്പോൾ അച്ഛനും അപ്പൂപ്പനും ഉണ്ടാക്കിയത് കണ്ടുനിന്ന് പഠിച്ച അനുഭവം വെച്ച് വിനയചന്ദ്രൻ മുന്നിട്ടിറങ്ങി. കൂടെ എന്തിനും പോന്ന നാട്ടുകാരും. ഒരേ സമയം 4 പേർ കാണാൻ പറ്റുന്ന അല്ലലൂഞ്ഞാലായിരുന്നു മനസ്സിൽ. ആവശ്യമുള്ള തടികളും മുളകളും വരുത്തിച്ചു. ഊഞ്ഞാലിന്റെ തച്ചുശാസ്ത്രം അറിയുന്ന ആശാരിമാർ അളവും തൂക്കവും നീളവും വളവും തിരിവും കൃത്യം തിട്ടപ്പെടുത്തി. ഒരിട തെറ്റിയാൽ പാളും. അവിടെയാണ് ഇവരുടെ മിടുക്ക്. തച്ചുളിയിൽ മിനുക്കിയെടുത്ത തടികളും കമ്പുകളും സമാസമം ചേർത്തതോടെ നല്ല അസൽ അല്ലലൂഞ്ഞാൽ റെഡി. ഇരിപ്പിടത്തിന് ബലം നൽകുന്നത് ചൂരൽ തോലും പൊച്ചം കയറും. കറക്കാൻ 4 വശത്തു നിന്നും പേശി ബലം നൽകണം. തെല്ലരാശങ്കയിൽ മാറി നിന്ന നാട്ടുകാർ മടിച്ചു കയറി. ഇതിപ്പോൾ നമ്മൾ പണിയാനായിട്ട് ഒരു 10 ദിവസം എടുക്കും. തേക്ക് മുറിച്ചാണ് അച്ചുണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ കാട്ടുമുള, പിന്നെ അതിന് വേണ്ടിയുള്ള കമ്പുകൾ, ചൂരലാണ് നമ്മളെ ഊഞ്ഞാലിൻ്റെ കയറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടി നമ്മളെ പൊച്ചം കയറത്തൊന്ന് കടിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി കെട്ടിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ കിട്ടൂല. ഇത് നമ്മൾ വനത്തിൽ നിന്നാണ് ഈ മുള നമുക്ക് കിട്ടുന്നത്. തേക്കൊന്നും ചെയ്യില്ല. തേക്ക് നമുക്ക് 3-4 വർഷം വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഈ സാധനം ഉപയോഗിക്കും. ഇത് മുള നമുക്ക് 1 മാസം കഴിഞ്ഞാൽ പിന്നെ ചൊട്ടിപ്പോകും. നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ച് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഈ ഊഞ്ഞാൽ തന്നെയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഈ ഊഞ്ഞാലാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണം കളറാക്കിയത്. അടിപൊളിയായിരുന്നു. ആടിയിട്ട് നമുക്ക് മതിയാവണില്ല. പുതിയൊരു അനുഭവമായിരുന്നു. സൂപ്പറായിരുന്നു. ആദ്യം നമുക്കൊരു ടെൻഷനായിരുന്നു, കാരണം ഇതിങ്ങനെ മുകളിൽ പോകുമ്പോഴൊരു ടെൻഷൻ വരുന്നു. കയറിയപ്പോഴത്തേക്കും പിന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല. അടിപൊളിയായിരുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്യാണിത്. കുറച്ചും കൂടെ പുതുമ ഉണ്ടാക്കി എടുക്കാനാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ 1 മാസം വരെ ആയുസുണ്ട് ഊഞ്ഞാലിന്. അത് കഴിഞ്ഞാൽ തടി ചുരുങ്ങും, ബലം കുറയും. നാട്ടുകാരുടെ ഓണമാഘോഷവും ഊഞ്ഞാലാട്ടവും ആരോ സോഷ്യൽ മീഡിയയിലിട്ടതോടെ അതങ്ങ് വൈറലായി. ഇപ്പോൾ ഇത് കാണാനും ഒന്ന് പരീക്ഷിക്കാനും തൊട്ടടുത്തുള്ള നാട്ടുകാരൊക്കെ എത്തുന്നു. എന്നാലും ഞായറാഴ്ച ഊഞ്ഞാൽ അവരഴിക്കും. ഒരാൾക്ക് ഇന്നൊരു അപകടമൊന്നും പറ്റിയിട്ടില്ല. ഇന്നൊരു അച്ഛൻ തന്നെ ഒടിഞ്ഞിട്ടില്ല. കുട്ടി അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു 10-80 കിലോ ഉള്ള ആൾക്കാർ ഒരു ഊഞ്ഞാലിരുന്ന് അടി വരും. ഇരിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരും ഇരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്നാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള ഇത്രയും ഒരു സഹകരണം സെറ്റപ്പാക്കിയത്. ഓണാഘോഷം അങ്ങനെ അടിപൊളിയാക്കി. ചാക്കപ്പാറയിലെ മനുഷ്യർക്ക് ഒരുമയുടെ സൗന്ദര്യമാണ്, നിഷ്കളങ്കതയുടെ ബാല്യമാണ്. പഴയതൊന്നും തിരിച്ചു കിട്ടില്ലെന്നോർത്ത് ഈറനണിയുന്നവരുടെ മുന്നിൽ നമ്മൾ ഇവരുടെ ജീവിതം വയ്ക്കുന്നു. ഓണം കഴിഞ്ഞും ബാക്കിയാകുന്നത് ഊഞ്ഞാലാണ്. തളരാതെ ഊഞ്ഞാലാടണം, ആകാശം തൊടണം. എന്തായാലും ഈ അല്ലലൂഞ്ഞാലും ഈ നാട്ടുകാരും അവരുടെ ബുദ്ധിയും അധ്വാനത്തിനും ഒക്കെ കയ്യടി കൊടുത്തേ പറ്റും. അമ്പൂരിയിൽ നിന്നും ജിനോസ് രാജിനൊപ്പം അജീഷ് കുമാർ, 24.